ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. QGISലെ മറ്റൊരു ചോദ്യം, പഞ്ചായത്ത് മാപ്പ് .QGIS എന്ന് പറയുന്ന ഫയലിൽ പുതിയ ലെയർ ചേർക്കുക എന്ന പ്രവർത്തനം ചെയ്യാനുള്ള ചോദ്യമാണ്. മെയിൻ റോഡ് എന്ന പേരിൽ പുതിയ ലെയർ ചേർക്കുക. അത് മാർക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ആപ്ലിക്കേഷൻ സയൻസ് 1 years എന്ന ക്രമത്തിൽ QGIS തുറക്കാം. പ്രൊജക്റ്റ് ഓപ്പൺ ക്രമത്തിൽ നമുക്ക് പ്രോജക്റ്റ് തുറക്കാം. പുതിയ ലെയർ ചേർക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. അതിനായി ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ. ഇപ്പോൾ വരുന്ന ജാലകത്തിലെ ലെയർ ടൈപ്പ് പോയിന്റ്, ലൈൻ, പോളിഗൺ എന്നിവയുണ്ട്. അതിൽ നിന്നും പോയിന്റ് ഒരു വീട് അങ്ങനെയുള്ള അടയാളപ്പെടുത്താനാണ്. നമുക്കിപ്പോൾ റോഡുകൾ അടയാളപ്പെടുത്താനാണെങ്കിൽ വേണ്ടത് ലൈൻ അങ്ങനെയുള്ളവയാണ്. പോളിഗൺ ഉപയോഗിച്ചാണെങ്കിൽ മേഖല മാർക്ക് ചെയ്യാവുന്നതാണ് പോളിഗൺ ടൂൾ. ഇതിപ്പോൾ ലൈൻ ടൂളാണ് നമുക്ക് വേണ്ടത്. റോഡ് മാർക്ക് ചെയ്യുന്ന ലൈൻ ടൂൾ എടുക്കുക. ആട്രിബ്യൂട്ട്സ് ചേർക്കുക. ആട്രിബ്യൂട്ടായി നെയിം, വിഡ്ത്ത്, ടൈപ്പ് ഇവ ചേർക്കണം. നമുക്ക് നെയിം മാത്രം ചേർക്കാം. നെയിം എന്ന് ചേർക്കുന്നു. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിന് ചേർക്കുക. മറ്റ് ആട്രിബ്യൂട്ടുകൾ ചേർക്കാൻ അവിടെ അത് ആ നെയിമിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതിയാവും. അതിന് താഴെയായിട്ട് അതിനുശേഷം ആട്രിബ്യൂട്ട് ലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വന്നു സേവ് ചെയ്യാം. നമുക്ക് ഈ പുതിയതായിട്ട് ചേർക്കുന്ന ലെയറിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഒരു സ്ഥലം കണ്ടെത്തി അതിന് പേര് കൊടുത്ത് സേവ് ചെയ്യാം. പഞ്ചായത്ത് റോഡ് എന്ന പേരിൽ, മെയിൻ റോഡ് എന്ന പേരിൽ നമുക്ക് സേവ് ചെയ്യാം. ഇതിലേക്ക് ആ റോഡ് വരച്ചു ചേർക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. അതിനായി വരയ്ക്കുന്നതിന് വേണ്ടി ആ പുതിയ ലെയർ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആ ലെയർ ചേർക്കുന്നതിന് വേണ്ടി ടൂൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടൂളുണ്ട്. ആ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് മുകളിലായി കാണുന്ന ടൂൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ആക്റ്റീവ് ആവുന്ന അതിൻ്റെ അടുത്തുള്ള ആഡ് ഫീച്ചർ എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ആഡ് ഫീച്ചർ എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരയ്ക്കാനുള്ള സ്ഥലത്ത്, പഞ്ചായത്ത് റോഡ് വരയ്ക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തും ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നതോടെ റോഡ് നമുക്ക് അവിടെ മാർക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഓരോ സ്ഥലത്തും റോഡ് വരേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക് ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ID ചേർക്കാം, പേര് മെയിൻ റോഡ് എന്ന പേരിൽ ഒരു ന്യൂ റോഡ് എന്ന പേരിലൊരു പുതിയ റോഡ് മാർക്ക് ചെയ്യാം. അടുത്ത റോഡ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ക്രമത്തിൽ തന്നെ നമുക്ക് വീണ്ടും റോഡ് മാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എഡിറ്റിംഗ് അവസാനിപ്പിക്കാം. അതിന് സേവ് ചെയ്തിട്ട് പുതിയ റോഡ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. റോഡിൻ്റെ ആ മെയിൻ
കൂട്ടി നമുക്ക് ആ റോഡ് കുറച്ച് വ്യക്തമാക്കണം. ആട്രിബ്യൂട്ടിൽ ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പം കൂട്ടി നൽകുകയും ഇപ്പോൾ നമ്മൾ അവിടെ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടി നോക്കാം. വിട്ട് 0.26 ആണുള്ളത്, അത് 2 ആക്കി നൽകി മറ്റൊരു നിറം കൂടി നൽകി കഴിഞ്ഞാൽ അതിന് നമുക്ക് വ്യക്തമാവുന്ന തരത്തിലേക്ക് അതിൻ്റെ വലിപ്പം വർദ്ധിക്കും. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.